ആ ചേട്ടാ. ആ വാസു, ചേട്ടാ എവിടെ പോയത്? അരുൺ എറണാകുളത്ത് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പൊ അവന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാ. ആഹാ, അരുൺ അഡ്മിഷൻ ആയോ? ആ, അടുത്ത ആഴ്ച അവനെ കൊണ്ടുപോയി ചേർക്കണം. കുറച്ച് പൈസയായി, പക്ഷെ എന്നാലും അവൻ പഠിച്ചോളൂ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ചേർത്തു. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. അവിടെ ഇരുന്നോളൂ. വീട് എവിടെയാ നിങ്ങളൊക്കെ? വീട് തൃശ്ശൂര്. തൃശ്ശൂര്. അപ്പൊ എന്താ ചെയ്യുന്നത് നിങ്ങള്? ഞാൻ ഒരു വർക്ക്ഷോപ്പിലാണ്. പുള്ളിക്കാരത്തി ഹൗസ് വൈഫാണ്. അപ്പം ഈസിയിലേക്കല്ല അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഈസി അത്യാവശ്യം ടഫുള്ളൊരു ബ്രാഞ്ചാണ്. അപ്പൊ നല്ലോണം പഠിക്കാനൊക്കെ ഉണ്ട്. പഠിച്ചോളൂ അല്ലേ? നോക്കിക്കോളൂ. +2 നല്ല മാർക്ക് ഉണ്ടല്ലോ. അപ്പം ഹോസ്റ്റലിലേക്കുള്ള അഡ്മിഷൻ എന്തായാലും ആയിട്ടുണ്ട്. അപ്പം അടുത്ത ആഴ്ച തൊട്ട് അടുത്ത മൺഡേ തൊട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഫസ്റ്റ് ഇയർ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ് വെച്ച് കാണാം. ഓക്കെ. മോനെ, അച്ഛനമ്മ ഇറങ്ങിയ രാത്രി ആവണതിന് മുമ്പ് ബസ് പിടിച്ച് വീട്ടിലെത്താൻ പറ്റും. എല്ലാവരും നോക്കിക്കൊള്ളടാ. മോനെ, അമ്മനെ വിളിക്കണം കേട്ടോ. നല്ലപോലെ പഠിക്കണം. ഭക്ഷണമൊക്കെ നല്ലപോലെ കഴിക്കണേ. ഹായ്, ഞാൻ അരുൺ, പുതിയ റൂംമേറ്റ് ആണ്. മച്ചാൻ, നിന്റെ വീട് എവിടെയാ? തൃശ്ശൂര്. ഞാൻ സിദ്ധു. ഞാൻ ഈസി. അപ്പൊ അടിപൊളി. നന്ദ. വേറെന്താ? അരുൺ. എവിടെ വീട്? തൃശ്ശൂർ. തൃശ്ശൂർ എവിടെ? ഇല്ല, ഞാൻ വന്നിട്ടില്ല. അടിമാലി, ഇടുക്കി. ഡാമിന്റെ അടുത്തല്ല, മൂന്നാറിന്റെ അടുത്തായിട്ട്. ഹോസ്റ്റലാ? എങ്ങനെയുണ്ട് വീട്ടിൽ? ഞാൻ അവിടെ തന്നെ പഠിച്ചത്. ഫാത്തിമ എന്ന് പറയും. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഞാൻ മീര, നിങ്ങളുടെ ക്ലാസ് ഇൻചാർജ് ആണ്. നമുക്കപ്പോ പരിചയപ്പെട്ട് തുടങ്ങാം. Hi, I'm Joey John. I'm from Bangladesh. അരുൺ അല്ലേ? അരുണി കളിക്കും കാണട്ടെ. ഗുഡ്. അമ്മ കളിയൊന്നും നീര് കമാൻ. അടിപ്പ സാധനം കിട്ടിയിട്ടുണ്ട്. അതെന്നാ നോക്ക് അടിക്കാറില്ലടാ. വലിയ പുണ്യാളം വന്നിരിക്കുന്നു. അല്ലടാ, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തായാലും എന്നെ അത് കിട്ടത്തില്ല. ഞാൻ പോവാ. അവൻ പറഞ്ഞൊന്നും നോക്കണ്ട, ഇതൊക്കെ വളരെ സേഫാണോ, നീ പേടിക്കണ്ടാന്ന്. മക്കളെ, സീനിയറാണ്. എക്സാം കാരണം പരിചയപ്പെടാൻ പറ്റിയില്ല. എന്താണ് പിള്ളേരെ അവിടെ ഒന്ന് പറഞ്ഞത്? എന്തോ വെള്ളത്തിലുണ്ടല്ലോ. കൊള്ളാലോ, വന്ന് കയറിയതുള്ളൂ. അപ്പഴേക്കും തുടങ്ങിയ നിങ്ങളൊക്കെ. ഏതായാലും കാര്യം ചെയ്യും, നിങ്ങൾ അപ്പുറത്ത് മുറിയോ. വരണം കുറെ കാലങ്ങൾക്ക് ശേഷം അതിവ്യക്തമായ ദിവസം. അണ്ണാ, നമ്മുടെ പിള്ളേരെ വന്നപ്പോ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തേക്കുള്ളതായി. എന്നാ മക്കളെ, അടിച്ചുപൊളി. നോക്കിക്കാതെ അടിക്കണം. ഇവരെന്താ മാറിക്കുന്നത്? എടുത്തടിക്കാം. ഇല്ലാട്ടാ, ഞാനിങ്ങനെയൊന്നും കഴിക്കാറൊന്നുമില്ല. എടോ, ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കുന്നത്?
ഈ കോളേജ് ലൈഫ് എന്ന് വെച്ചാൽ കളിച്ചിട്ടും പഠിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല. നീ 2 ഡിഗ്രി അടിച്ചത്. അണ്ണൻ പറഞ്ഞതല്ലേ, നീ ഓർമ്മ എടുത്ത് അടി. ഭയങ്കര കയ്പാലോ. വിസ്കിയൊക്കെ എങ്ങനെയാ, ആദ്യം കഴിക്കും, പിന്നെ ഒരു കളറടിക്കും. നീ എന്തോ കാണിക്കുന്നേ? പിള്ളേര് കളിക്കലോടാ ഇതിനും ഭേദമായിട്ട്. പറ്റില്ലെങ്കിൽ നിർത്തി പോവാൻ നോക്ക്. നീയാണോ? എന്താ പറഞ്ഞേ? എന്തുപറ്റി? ആ കോച്ച് അങ്ങേരി വെറുതെ മുട ഉണ്ടാക്കാൻ വന്നേക്ക. പിന്നെ എനിക്കാണെങ്കിണ്ടോ, എനിക്ക് മുള്ളിയുണ്ട് നല്ലോണം. എല്ലാ പ്രശ്നത്തിനും പരിഹാരം നമ്മുടെ അടുത്ത്. ആ സാധനം കൊടുത്തു. അതെ നീ എന്താ ഇത് നീ ഒന്ന് വലിച്ചു നോക്കിയേ, നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. എന്തല്ലേ പ്രശ്നമല്ലേ? ഇതൊന്നും ഒരു കുഴപ്പമില്ല. നീ വലിക്കടാ.
അതെ അന്ന് ആ സാധനമില്ലേ അതെനിക്ക് ഇങ്ങനെ കിട്ടും എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതിയെ എനിക്ക് ഇങ്ങനെ സാധിച്ച എടാ നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ആദ്യം പൈസ എന്നിട്ടുള്ളൂ സാധനം അതിന് പൈസ കൊണ്ടുപോവാ എന്നിട്ട് ഞാൻ സാധനം എത്തിത്തരാം. എന്നാ ഞാൻ വീട്ടിൽ നിന്ന് എവിടെ നിന്നും കുറച്ച് കാശ് എത്തിക്കാം പക്ഷെ എനിക്ക് എങ്ങനെയില്ല സാധനം കൊണ്ടുപോകാ നീ ആദ്യം പൈസ എന്നിട്ട് ഞാൻ സാധനം റെഡി ആക്കി തരാം. ഹലോ മോനെ ആ എനിക്ക് കുറച്ച് പ്രൊജക്ട് ശരിയാക്കാണ്ട് കുറച്ച് കാശ് വേണം. മോനെ കഴിഞ്ഞ ആഴ്ചയിലെ 10,000 രൂപ അയച്ചു തന്നെ. അപ്പൊ അച്ഛൻ്റെ എല്ലാത്തിനും പൈസ എടുക്കാനാത്തോണ്ടാടാ. നമ്മുടെ വീട്ടിലെ അവസ്ഥ നിനക്ക് അറിയാവുന്നല്ലേ. അപ്പൊ എനിക്ക് പഠിക്കണം അല്ല പഠിക്കാൻ തന്നെയല്ലേ ചോദിക്കാൻ കറക്റ്റ് പറഞ്ഞ അവസ്ഥ. മോനെ ദേഷ്യപ്പെടില്ലേ, അച്ഛൻ നോക്കാം. എവിടെ നിന്ന് കട മേടിച്ചാലും അച്ഛൻ മേടിച്ചു തരാം. നിനക്കെന്നാടാ പറ്റി? ഓ ഞാന് ഫീസറൊക്കെ പോയത്. അപ്പൊ അവന്മാരൊക്കെ എവിടെ പോയി? പുറത്തു പോയില്ലേ? ആ ഞാനൊന്ന് താഴെ പോയിട്ട് അവന്മാരൊക്കെ ഉണ്ടോ ഓക്കെ. അമ്മരും വന്നില്ലേ? ഇല്ല. ആ എന്നാ ഓക്കെ. അരുണേ, നീ എന്റെ കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതെനിക്ക് എപ്പോ തരും? കാശല്ലേ തരാ. എടാ കുറെ നാളായില്ലേ നീ തരാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എപ്പോഴാ? ഞാൻ വീട്ടുകാരോട് പറയാണ്ടാ നിനക്ക് ആ പൈസ തന്നത്. ഇതിപ്പം വീട്ടുകാർ അറിഞ്ഞിട്ടില്ല, നീ പറഞ്ഞ അവധിയും കഴിഞ്ഞു, നീ എന്ന് കിട്ടാനാ? എവിടെന്നേലൊക്കെ ഒപ്പിച്ച് തരാം. ഒരാഴ്ച കൂടി ഞാൻ നിനക്ക് സമയം തരും, അതിനുള്ളിൽ തരാനുള്ള ഫുൾ പൈസ എനിക്ക് തന്നോണം. എന്താ അരുൺ? വയറ്റിന് തീരെ സുഖമില്ല, എനിക്ക് ഞാനൊന്ന് സിക്ക് റൂമിൽ പോകട്ടെ. ഡോക്ടറെ കാണാൻ പാടില്ലായിരുന്നോ? ഇത് കുറെ ആയല്ലോ. വൈകി ഹോസ്പിറ്റലിൽ പോക്കോ. ഓക്കെ, നാളെ ഇത് വരുമ്പോ എല്ലാരും ചെയ്തിട്ട് വന്നേക്കേ. ആ പറയാൻ മറന്നുപോയി, നിങ്ങളുടെ സെം റിസൾട്ട് വന്നിട്ടുണ്ട്, എല്ലാരും ഒന്ന് കയറി നോക്കിയേക്കണേ.
അളിയ 4 ഒതുങ്ങി. എനിക്ക് എത്രയുടെ വിശുദ്ധ? എനിക്ക് 9.5 CGP ഉണ്ട്. തെണ്ടി. ആരും ബ്രോ എത്രയുണ്ട്? എത്രടാ? അമ്മോ 6 സപ്ലിയോ ബ്രോ? അരുൺ നിന്നെ എച്ചോടി വിളിക്കുന്നുണ്ട്. അരുൺ റിസൾട്ട് ഒക്കെ നോക്കിയായിരുന്നോ? എന്നിട്ട് എങ്ങനെയുണ്ട്? എല്ലാ സബ്ജക്റ്റിനും സപ്ലിയാ. നിനക്ക് മാത്രം ആ ക്ലാസ്സില് 6 സബ്ജക്റ്റിനും സപ്ലി ഉള്ളതുള്ളേ. ഇങ്ങനെയൊന്നും അറിഞ്ഞില്ലല്ലോ ഫസ്റ്റ് ഇയർ വന്നപ്പോ. ഞാൻ എന്നാലും പാരന്റ്സിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവര് വന്നിട്ട് ഇനി ക്ലാസ്സിൽ കയറിയാൽ മതി. ഹലോ അമ്മ. എന്താണ് ഇത്? ഇതിനൊക്കെയാണ് നീ ഇത്രയും കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റത്? നിന്റെ ടീച്ചറെ വിളിച്ചത് ശബ്ദം ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അമ്മ അമ്മ അങ്ങനെ പറയല്ലേ. അത് ഞാൻ മനഃപ്പൂർവ്വമായിരുന്നില്ല. അമ്മയ്ക്ക് കൂടി അങ്ങനെ പറഞ്ഞെങ്ങനെയാ? അമ്മ ഒട്ടയല്ലേ. പിള്ളേര് കളിക്കണോടാ ഇനിയും ഭേദമായിട്ട്. പറ്റില്ലെങ്കിൽ നിർത്തി പോവാമോ? അത് പൈസ എടുക്കാനാത്തോണ്ടാ. നമ്മുടെ വീട്ടിലെ അവസ്ഥ നമുക്ക് അറിയാവുന്നതന്നെ. എന്താണ് ഇത്? ഇതിനൊക്കെയാണ് നീ ഇത്രയും കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റത്? നിന്റെ ടീച്ചറെ വിളിച്ചത് ശബ്ദം ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അമ്മ അങ്ങനെ പറയല്ലേ. നീയാണ് ക്ലാസ് ടോപ്പർ. ചെലവുണ്ടിട്ടാ. ആടാ അതൊക്കെ പോട്ടെ. അതുകൊണ്ട് കാര്യം 6 പൊട്ടിയില്ല. അരുൺ വാ ഇവിടെ വാ. അരുണ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്ത്? നമ്മളില്ലാടെ ഇവിടെ ഒക്കെ. എനിക്ക് പറ്റില്ല. പറയാൻ വെച്ചിട്ടോ കുറെ ശ്രമിച്ചു നിർത്താൻ. എന്നാലും ആരെയും കാത്തു നിൽക്കാത്ത സമയം എന്ന ചങ്ങാതി വേഗത്തിൽ നീങ്ങി. നല്ല കൂട്ടുകാരുടെ തണലിൽ അരുൺ പതിയെ പതിയെ ജീവിതത്തിലേക്ക് മടങ്ങി. നമ്മുടെ ഇടയിലും കാണും ഒരു അരുൺ. നമ്മൾ ഒരു കൈ കൊടുത്താൽ അവരെയും തിരിച്ച് ജീവിതത്തിലേക്ക് നടത്താം. നമ്മുടെ ജീവിതമാകട്ടെ നമ്മുടെ ലഹരി.